അമേരിക്കയിലെ കാൻസായിലുള്ള വിജിറ്റയിലെ മക്കോണൽ വ്യോമതാവളത്തിന് സമീപം വിചിത്ര രൂപത്തിലുള്ള ഒരു സൈനിക വിമാനം കണ്ടെത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ വ്യോമതാവളത്തിന് സമീപത്തു നിന്ന് ചിത്രീകരിച്ച ഒരു വീഡിയോയിലാണ് US സ്റ്റെൽത്ത് ബോംബറിന് സമാനമായ ആകൃതിയിലുള്ള ഒരു വലിയ ചാരനിറത്തിലുള്ള വിമാനം പ്രത്യക്ഷപ്പെട്ടത്. ഇത് ഇതുവരെ അധികമാരും കണ്ടിട്ടില്ലാത്ത അതിനൂതനമായ B-21 റൈഡർ സ്റ്റെൽത്ത് ബോംബർ വിമാനമായിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഔദ്യോഗികമായി ഈ വിമാനം ഏതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വിമാനത്തെക്കുറിച്ചുള്ള ഭൂരിഭാഗം വിവരങ്ങളും US അധികൃതർ അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വ്യോമതാവളത്തിന് തൊട്ടടുത്തായി വിമാനം കണ്ടെത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയായിരുന്നു. പരീക്ഷണ പറക്കലിന്റെയോ പരീക്ഷണത്തിന്റെയോ ഭാഗമായിട്ടാവാം ഇത് പറന്നത്. ഇത് US-ന്റെ പുതിയ സ്റ്റെൽത്ത് ബോംബറായ B-21 റൈഡർ ആയിരിക്കാനാണ് സാധ്യതയെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുമ്പോൾ US സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലാത്ത രഹസ്യ ഡ്രോണുകളായ RQ-170, സെന്റിനൽ, RQ-180 എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കാമെന്നും അഭിപ്രായമുണ്ട്. മക്കോണൽ താവളത്തിൽ ഇന്ധനം നിറയ്ക്കാൻ എത്തിയിട്ടുള്ള US വ്യോമസേനയുടെ പഴയ സ്റ്റെൽത്ത് ബോംബറായ B-2 സ്പിരിറ്റ് ആയിരിക്കും ഇതെന്നാണ് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. നോർത്രോപ്പ് ഗ്രൂമൻ എന്ന കമ്പനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര സ്റ്റെൽത്ത് ബോംബറാണ് B-21 റൈഡർ. ഓരോ വിമാനത്തിനും ഏകദേശം $69.2 കോടി നിർമ്മാണ ചിലവ്. B-2 സ്പിരിറ്റിന് ശേഷം അമേരിക്ക വികസിപ്പിക്കുന്ന ആദ്യത്തെ പുതിയ ദീർഘദൂര ബോംബർ വിമാനമാണിത്. 2022 ഇത് പൊതുവേദിയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1942 ജപ്പാനിൽ ആക്രമണം നടത്തിയ പ്രശസ്തമായ ഡൂലിറ്റിൽ റൈഡേഴ്സ് എന്ന US സൈനിക വിഭാഗത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഇതിന് ഈ പേര് നൽകിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ ബോംബറുകൾ US വ്യോമസേനയുടെ ഭാഗമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള 100 വിമാനങ്ങളെങ്കിലും സ്വന്തമാക്കാൻ US വ്യോമസേനയ്ക്ക് പദ്ധതിയുണ്ട്. അതേസമയം US നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ നിന്നും സൈനികർ കടലിലേക്ക് ചാടാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ടുകൾ വലിയ ഞെട്ടൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. മാസങ്ങളോളമായി തുടരുന്ന കടൽവാസവും കഠിനമായ ജീവിത സാഹചര്യങ്ങളും വിദേശത്തെ യുദ്ധഭൂമിയിലെ അനിശ്ചിതത്വവുമാണത്രേ ഇവരെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. അമേരിക്കൻ നാവികസേനയുടെ നിമിറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട ന്യൂക്ലിയർ പവേർഡ് വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. ഏകദേശം 5000-ഓളം നാവികരും നാവിക വ്യോമസേനാംഗങ്ങളും ഇതിലുണ്ട്. അതീവ ആധുനിക യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വഹിക്കുന്ന ഈ കപ്പൽ ആകാശത്തെയോ കടലിലെയോ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള ഒരു സഞ്ചരിക്കുന്ന എയർബേസ് ആണ്. 2025 നവംബർ 21 ഈ കപ്പൽ സാൻ ഡിയാഗോയിൽ നിന്നും പസഫിക് മേഖലയിലെ സാധാരണ പര്യടനത്തിനായി പുറപ്പെട്ടത്. 2026 മെയ് മാസത്തോടെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങേണ്ടതായിരുന്നു. പശ്ചിമേഷ്യയിൽ ഇറാനുമായി US ഇസ്രായേൽ സംഘർഷം കടുക്കുകയും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തതോടെ കപ്പലിന്റെ സഞ്ചാരപാത മാറ്റി. ജനുവരി മുതൽ മിഡിൽ ഈസ്റ്റിൽ US സേനയുടെ പ്രധാന ആസ്ഥാനമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ വിമാനവാഹിനി. ഇറാന്റെ ഡ്രോണുകളെ വെടിവെച്ചിടാനും മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാനും മുൻനിരയിൽ നിൽക്കുന്നത് ലിങ്കണിലെ പടക്കപ്പലുകളും വിമാനങ്ങളുമാണ്. US നാവികസേനയുടെ വിമാനവാഹിനികളുടെ ഒരു സാധാരണ പര്യടനം 6 മാസമാണ്. എബ്രഹാം ലിങ്കണിലെ സൈനികർ ഇപ്പോൾ 9 മാസത്തിലധികമായി തുടർച്ചയായി കടലിലാണ്. മടക്കയാത്രയുടെ തീയതി പലതവണ മാറ്റി നിശ്ചയിച്ചിരുന്നു. എന്നാണ് തിരികെ നാട്ടിലേക്ക് പോകാൻ കഴിയുക എന്നതിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാത്ത അനിശ്ചിതത്വമാണ് നാവികരെ തളർത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.